ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നലെ നമ്മൾ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫയർ ബേസുമായിട്ട് കണക്ട് ചെയ്തിട്ട് യൂസർ ഇപ്പോൾ രജിസ്റ്റർ ആവുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി കുറച്ച് വാലിഡേഷൻസ് ആഡ് ചെയ്യണം. ഓക്കെ, സോ പാസ്വേഡ് കറക്റ്റ് 8 ക്യാരക്ടേഴ്സ് ആയിരിക്കണം, ഇമെയിൽ പ്രോപ്പർ ഇമെയിൽ ഫോർമാറ്റ് ആയിരിക്കണം, പിന്നെ യൂസർ നെയിം എം ടി ആയിട്ട് കൊടുക്കാൻ പാടില്ല. ഓക്കെ, സോ ഇങ്ങനത്തെ കുറച്ച് വാലിഡേഷൻസ് നമുക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ റീഡയറക്ഷനും ചെയ്യണം, പിന്നെ സൈൻ ഇൻ, ഇങ്ങനെ കുറച്ച് പരിപാടീസ് ഉണ്ട്. ഓക്കെ, സോ അതിന് മുൻപ് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഇവിടെ. സോ വീണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ ഈ ഓൾറെഡി ഉള്ള ഇമെയിൽ വെച്ച് ക്രിയേറ്റ് ചെയ്താൽ ഓൾറെഡി അക്കൗണ്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞു വരും. ആ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സോ നമുക്ക് വാലിഡേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ 3 ടെക്സ്റ്റ് ഫീൽഡ് ഇല്ല, ഇത് നമ്മളൊരു കോളത്തിനകത്തല്ല കൊടുത്തേക്കുന്നത്. ആ കോളത്തിന് നമ്മൾ ഈ ടെക്സ്റ്റ് ഫീൽഡ് ഏത് പേരന്റ് കോളത്തിലാണോ റാപ്പ് ചെയ്തേക്കുന്നത്, ഇപ്പൊ നമ്മുടെ ഈ കോളത്തിനുള്ളിലാണ്. ഓക്കെ, ഈ കോളത്തിനുള്ളിലാണ് ഈ ടെക്സ്റ്റ് ഫീൽഡ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ കോളത്തിന് ഒരു വിജിറ്റുമായിട്ട് റാപ്പ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഫോം വിജിറ്റ്. ഓക്കെ, നമ്മൾ ഈ വിജിറ്റ് റാപ്പ് ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈ 3 ഫീൽഡ്സിനും നമുക്ക് വാലിഡേഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, ആ വാലിഡേഷൻ കൊടുക്കുന്നതിന് മുൻപ് നമുക്ക് ഈ ഫോമിനൊരു കീ കൊടുക്കണം. ഓക്കെ, കീ കീ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മുടെ വേരിയബിൾസ് ഒക്കെ ഇവിടെ ടെക്സ്റ്റ് ഫീൽഡ്സ് ആയി ക്രിയേറ്റ് ചെയ്തതിന്റെ താഴെ തന്നെ നമ്മൾ വാറ് ഫോം കീ എന്ന് പറയുന്ന ഒരു കീ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഫോം കീ, ഗ്ലോബൽ കീ, അതിന്റെ ഒരു ടൈപ്പ് നമ്മളിവിടെ കൊടുക്കുകയാണ് ഫോം സ്റ്റേറ്റ്. ഓക്കെ, സോ നമ്മളൊരു ഗ്ലോബൽ കീ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫോമിന് വേണ്ടിയിട്ട്. അതിന്റെ ടൈപ്പാണ് ഫോം സ്റ്റേറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒരു ഫോം കീ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ സിന്റാക്സ്. ഓക്കെ, സോ നമ്മൾ ഈ ഫോം കീ ഇനി നമ്മുടെ ഈ കീയുടെ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഫോം കീ വെച്ചാണ് വാലിഡേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഫോം കീ വെച്ച് വാലിഡേറ്റ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് വാലിഡേഷൻസ് എഴുതി കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ യൂസർ നെയിമിന് സെപ്പറേറ്റ് വാലിഡേഷൻ, ഇമെയിലിന് സെപ്പറേറ്റ് വാലിഡേഷൻ, പാസ്വേഡിന് സെപ്പറേറ്റ് വാലിഡേഷൻ. ഓക്കെ, സോ നമുക്ക് ഇവിടെ രണ്ട് രീതിയിൽ വാലിഡേറ്റ് ചെയ്യാം. നമുക്കിപ്പോ ഓൾറെഡി ഇവിടെ എം ടി ആണോ എന്ന് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഓരോന്നിനും സെപ്പറേറ്റ് വാലിഡേഷൻ എഴുതി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ ഓൺ ടാപ്പിന്റെ ഈ ബോഡി ലാർജ് ആവും, കോഡ് കുറച്ചുകൂടെ അധികം നമ്മൾ എഴുതേണ്ട വരും. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ തന്നെ കസ്റ്റം വാലിഡേഷൻസ് ഇവിടെ തന്നെ കൊടുക്കാം. ഓക്കെ, സോ വാലിഡേഷൻ കൊടുക്കുന്നതിന് മുൻപ് നമുക്ക് ഈ ടെക്സ്റ്റ് ഫീൽഡിനെ ടെക്സ്റ്റ് ഫോം ഫീൽഡ് ആയിട്ട് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ഫോം ഫീൽഡ് ആയിട്ട് ചേഞ്ച് ചെയ്യുക. സോ ടെക്സ്റ്റ് ഫോം ഫീൽഡ് ആയിട്ട് ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് വാലിഡേറ്റർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കിട്ടും. ഓക്കെ, സോ നമ്മളിപ്പോ താഴെയുള്ള നമ്മുടെ ടെക്സ്റ്റ് ഫീൽഡിൽ പോയിട്ട് വാലിഡേറ്റർ ചെക്ക് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു പ്രോപ്പർട്ടി അതിൽ കാണാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ഫോം ഫീൽഡ് ഒന്ന് ചേഞ്ച് ചെയ്തത്. സോ ഈ വാലിഡേറ്ററിന്റെ പ്രോപ്പർട്ടിയുടെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനൊരു ബോഡി ഇവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, ബ്രാക്കറ്റ് വാല്യൂ. ഓക്കെ, ഇങ്ങനാണ് നമ്മുടെ വാലിഡേറ്റർ പ്രോപ്പർട്ടി നമുക്ക് കിട്ടുന്നത്. സോ ഇതില് നമുക്ക് ഈ വാല്യൂ എന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റ് ഫീൽഡിനകത്ത് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുന്നു അതാണ് വാല്യൂ. ഓക്കെ, സോ ആ വാല്യൂ നമുക്ക് എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആ വാല്യൂ ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഒരു വാലിഡേഷൻ കൊടുക്കാം, യൂസർ നെയിം എം ടി ആകാൻ പാടില്ല. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇപ്പൊ യൂസർ നെയിം എം ടി ആണെങ്കിൽ നമുക്ക് താഴെ ഒരു ചെറിയ മെസ്സേജ് ഇവിടെ കൊടുക്കണം. ഓക്കെ,
പ്ലീസ് എൻ്റർ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ നമുക്ക് റിട്ടേണിൽ എന്താണോ മെസ്സേജ് വേണ്ടത് അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പ്ലീസ് എൻ്റർ യൂസർ നെയിം. ഓക്കെ, സോ ഇനി ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാം. സോ ഇത് ഏത് കേസിലാണ് വരേണ്ടതെന്ന് വെച്ചാൽ, ഇഫ് നമ്മുടെ ഈ വാല്യൂ ഈസ് എം ടി ആവുന്ന കേസിൽ, ഓക്കെ, എം ടി ആവുന്ന കേസിൽ മാത്രം നമുക്ക് ഈ മെസ്സേജ് പ്രിന്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമുക്കൊന്നും പ്രിന്റ് ചെയ്യണ്ട. ഓക്കെ, സോ എൽസ് റിട്ടേൺ നള്ള്. ഓക്കെ, നമുക്ക് നള്ള് ഇവിടെ റിട്ടേൺ ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്ക് വാലിഡേഷൻ, നമുക്ക് എറർ ഒന്നും ത്രോ ചെയ്യാൻ പാടില്ല എം ടി അല്ലെങ്കിൽ. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ ഇന്നലെ എഴുതിയ ഈ വാലിഡേഷൻസ് നമുക്ക് എടുത്തു വിട്ടിട്ട് നമ്മളിപ്പോ ഒരു കീ ക്രിയേറ്റ് ചെയ്തല്ല, ഫോം കീ ഡോട്ട് കറണ്ട് സ്റ്റേറ്റ്. ഓക്കെ, ഫോം സ്റ്റേറ്റ് കറണ്ട് സ്റ്റേറ്റ് ഡോട്ട് വാലിഡേറ്റ്. നമുക്കിവിടെ വാലിഡേറ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കിട്ടും, വാലിഡേറ്റ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇത് ഒരു നള്ളബിൾ ഒബ്ജക്റ്റ് ആണ്, സോ അതുകൊണ്ട് നമ്മളിവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കാം. ഓക്കെ, സോ അത് നൾ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഈ എക്സ്ക്ലമേഷൻ മാർക്ക്. ഓക്കെ, നമ്മുടെ ആ എറർ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കോൾ ചെയ്യുന്നതിന്റെ ഗുണം, നമ്മളിപ്പോ കൊടുത്തേക്കുന്ന വാലിഡേഷൻസ് എല്ലാം ഇവിടെ നമ്മൾ ഇപ്പൊ പാസ്വേഡിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ആ ഫോം ഫീൽ, നമ്മുടെ ഈ ഫോമിന്റെ വിജിറ്റ് നമ്മൾ ഈ കോളത്തിലല്ലേ റാപ്പ് ചെയ്തേക്കുന്നത്. ഈ കോളത്തിനുള്ളിൽ ഏതൊക്കെ ടെക്സ്റ്റ് ഫോം ഫീൽഡ്സ് ഉണ്ടോ അതിന്റെ വാലിഡേഷൻസ് എല്ലാം റിട്ടേൺ നള്ളായാൽ മാത്രമേ നമ്മുടെ ആ അത് വാലിഡേറ്റ് ആയെന്ന് അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, വാലിഡേറ്റ് ആയിട്ട് നമുക്ക് എന്താണോ ക്രിയേറ്റ് അക്കൗണ്ട് ആണെങ്കിൽ അത് എന്ത് ഫങ്ഷനാലിറ്റി ആണോ പെർഫോം ചെയ്യേണ്ടത് ആ ഫങ്ഷനാലിറ്റി പെർഫോം ചെയ്യും. അതാണ് അതിന്റെ ലോജിക്ക്. സോ നമുക്ക് നമ്മളിപ്പോ യൂസർ നെയിമിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ഹോട്ട് റീസ്റ്റാർട്ട് ചെയ്യുക, കാരണം നമ്മൾ മുകളിലാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഓർ രജിസ്റ്റർ. ഓക്കെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, എനിക്ക് ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്, പ്ലീസ് എൻ്റർ യൂസർ നെയിം. നമുക്കിവിടെ ഒരു എറർ കാണാം. ഓക്കെ, സോ അതുപോലെ തന്നെ എനിക്ക് ഇമെയിലിനും വേണം പാസ്വേഡിനും വേണം. സോ ഇപ്പൊ നമ്മൾ ഇന്നലെ എഴുതിയപ്പോ നമ്മുടെ ഈ കണ്ടീഷനുള്ളിൽ ഒരു 3 ലൈൻസ് ഓഫ് കോഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നമ്മൾ ഒരൊറ്റ ലൈനിലോട്ട് ചുരുക്കിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോ യൂസർ നെയിമിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സെയിം വാലിഡേഷൻ നമുക്ക് ഇമെയിലിന് നമുക്ക് കൊടുക്കാം. ഇമെയിൽ കൊടുക്കുന്നതിന് മുമ്പ് ഫോം ഫീൽഡ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് നമുക്കിവിടെ പ്ലീസ് എൻ്റർ ഇമെയിൽ എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോ എം ടി അല്ല, പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമെയിൽ അല്ല. ആ ഒരു കേസിൽ നമുക്ക് എൽസിഫ്, ഓക്കെ, നമുക്കൊരു എൽസിഫ് ലാഡർ ഇവിടെ കൊടുക്കാം. നെക്സ്റ്റ് ഒരു എൽസിഫില് ആ വാല്യൂ ഡോട്ട് നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ഓക്കെ, ആ ഒരു സ്ട്രിങ് നമുക്ക് ഇമെയിൽ ആണോ എന്ന് ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ചെക്ക് ചെയ്യാൻ, ഈ ഇമെയിൽ. ഓക്കെ, ഈ ഇമെയില് നമുക്ക് ഫോൾസ് ആണെങ്കിൽ, ഓക്കെ, ഈസിക്വൽ ടു ഫോൾസ്. ഈ ഇമെയിൽ എന്ന് വെച്ചാൽ ഈ സ്ട്രിങ് ഇമെയിൽ ആണെന്ന് ട്രൂ ചെയ്യും. ഓക്കെ, നമുക്ക് ഈ ഇമെയിൽ അല്ല, ഫോൾസ് വരുന്ന കണ്ടീഷനിൽ മാത്രമാണ് എറർ ത്രോ ചെയ്യേണ്ടത്. ആ ഒരു കണ്ടീഷനിൽ റിട്ടേൺ എൻ്റർ പ്രോപ്പർ ഇമെയിൽ ഐ ഡി. ഓക്കെ, എൻ്റർ വാലിഡ് ഇമെയിൽ ഐ ഡി
കൊടുക്കാം. ഓക്കെ, സോ ഈസിക്കൽ ടു ഫോൾസ്. നമുക്ക് ഈ ഒരു കോഡിനെ ചുരുക്കി നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഈസിക്കൽ ടു ഫോൾസ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ബൂളിയൻ വാല്യൂവിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ട്രൂ ആണെങ്കിൽ ജസ്റ്റ് ഫോൾസ് ആണെന്നുള്ള രീതി നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇത് മീൻ ചെയ്യുന്നത് ഫോൾസ് ആണെങ്കിൽ മാത്രം ഇത് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് ഇപ്പൊ എളുപ്പത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കൊടുത്തോ. ഓക്കെ, സോ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. സോ ഈസിക്കൽ ടു ഫോൾസ് ആണെങ്കിൽ എൻ്റെ വാലിഡ് ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞു വരും. ഇനി നമുക്ക് സെയിം വാലിഡേഷൻ പാസ്വേഡിന് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ടെക്സ്റ്റ് ഫോം ഫീൽഡ് സെക്യൂർ ടെക്സ്റ്റ് നമുക്ക് ട്രൂ കൊടുത്ത് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലെ പാസ്വേഡ് ഡോട്ട് 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 എന്ന് വരുന്ന രീതിയിൽ. ഓക്കെ, സോ നമുക്കിവിടെ പ്ലീസ് എൻ്റർ പാസ്വേഡ്. ഓക്കെ, ഇനി നമ്മുടെ പാസ്വേഡിന്റെ ലെങ്ത്, ഓക്കെ, ലെങ്ത് നോട്ട് ഈക്വൽ ടു, ഓക്കെ, ഗ്രേറ്റർ ദാൻ, നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 ആണ് വേണ്ടത്. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8. സോ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8 അല്ലെങ്കിൽ, ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് ആ നെഗറ്റീവ് കണ്ടീഷൻ ആണ്. ഏത് കേസിലാണ് എറർ വരേണ്ടത്. അപ്പൊ നമുക്ക് 8ന് താഴോട്ട്, ഓക്കെ, സോ 8ന് ലെസ്സർ ദാൻ, വാല്യൂ ലെസ്സർ ദാൻ 8. ഓക്കെ, ആ വാല്യൂ ഡോട്ട് ലെങ്ത്, ആ പാസ്വേഡിന്റെ ലെങ്ത് 8നേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് എൻ്റർ സ്ട്രോങ് പാസ്വേഡ്. ഓക്കെ, സോ നമ്മൾ എൻ്റർ സ്ട്രോങ് പാസ്വേഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കസ്റ്റമായിട്ട് എന്ത് വാലിഡേഷൻ വേണേലും നമുക്ക് ആ വാല്യൂ വെച്ചിട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇനി ഇതൊന്ന് റീലോഡ് ചെയ്തിട്ട് ഞാൻ ഇപ്പോ റൺ ചെയ്താൽ എനിക്ക് ഇത് മൂന്നിടത്തും എറർ വരുന്നത് കാണാം. ഓക്കെ, സോ ഞാനിപ്പോ ഒരു ഇമെയിൽ ടൈപ്പ് ചെയ്യാണ്. ഇവിടെ പ്ലീസ് എൻ്റർ ഇമെയിൽ എന്ന് എൻ്റെ ഇമെയിൽ എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ ഇപ്പൊ ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ടൊരു വാല്യൂ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ സബ്മിറ്റ് ചെയ്താല് ഇപ്പൊ എറർ മാറി, എൻ്റെ വാലിഡ് ഇമെയിൽ ഐ ഡി എന്നായി. ഓക്കെ, സോ നമുക്ക് ഇനി ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സബ്മിറ്റ് ചെയ്താൽ ആ എറർ പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എറർ പോകുന്നില്ല. ആ ഒരു കേസിൽ അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വാലിഡ് ആണെങ്കിൽ എറർ പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ വാലിഡേറ്റ് മോഡ്, ഓക്കെ, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ ഓട്ടോ വാലിഡേറ്റ് മോഡിൽ ഓൺ യൂസർ ഇന്ററാക്ഷൻ എന്ന് നമ്മൾ കൊടുത്താൽ യൂസർ ടൈപ്പ് ചെയ്യുന്നത് ഡിറ്റക്ട് ചെയ്തിട്ട് അത് ഈ വാലിഡേഷൻ പെർഫോം ചെയ്തോളും. ഓക്കെ, സോ അത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നമുക്ക്. സോ ഇവിടെ പ്ലീസ് എൻ്റർ വാലിഡ് ഇമെയിൽ ആണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. സോ ഞാൻ വാലിഡ് ഇമെയിൽ ഐ ഡി കൊടുത്തപ്പോൾ അത് പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ ആ വാലിഡ് ഇമെയിൽ ഐ ഡി ഞാൻ കളഞ്ഞപ്പോൾ തന്നെ എനിക്ക് എറർ വരുന്നുണ്ട്. ഓക്കെ, സോ ഓക്കെ, ആ എറർ പോയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ്
യൂസർ നെയിം യൂസർ നെയിമിന് എല്ലാത്തിനും നമുക്ക് ഓട്ടോ വാലിഡേഷൻ മോഡ് കൊടുക്കാം. പാസ്വേഡിന് നമുക്ക് ആഡ് ചെയ്യാം. പാസ്വേഡിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇപ്പൊ ടൈപ്പ് ചെയ്തപ്പോ തന്നെ നമുക്ക് എറർ പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് സ്റ്റാക്ക് പാസ്വേഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 1 2 3 4 എന്റർ എ സ്ട്രോങ് പാസ്വേഡ് എന്ന് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, 1 2 3 5 6 7 8 കൊടുത്തപ്പോൾ നമ്മുടെ ആ വാലിഡേഷൻ പോയി. നമ്മളിപ്പോ 8 ഡിലീറ്റ് ആക്കിയാൽ ഇവിടെ കണ്ട എന്റർ എ സ്ട്രോങ് പാസ്വേഡ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. സോ നമുക്ക് 1 2 3 4 8 കൊടുത്തിട്ടുണ്ട്. ഇനി ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്താൽ നമ്മുടെ വാലിഡേഷൻ പോയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഓക്കെ, സോ നമ്മളിപ്പോ വാലിഡേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൈമറി ബട്ടൺ നമുക്ക് ഇനി ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ലോഡിങ് വരും. ഇത് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കൂലേ, ആ ഒരു ടൈം എടുത്തിട്ട് നമ്മുടെ ആ ടൈം എടുക്കുമ്പോൾ നമുക്കൊരു ലോഡിങ് കാണിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സോ കണ്ടെയ്നർ ടെക്സ്റ്റ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു നമ്മുടെ ഒരു ബൂളിയൻ വാല്യൂ നമുക്ക് ഈ ലോഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ബൂളിയൻ വാല്യൂ നമുക്ക് ഇവിടെ പാസ് ചെയ്ത് കൺസ്ട്രക്ടറിൽ പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ലോഡിങ് ഡീഫോൾട്ട്ലി ഫോൾസ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇൻ കേസ് ലോഡിങ് കണ്ടീഷനിൽ മാത്രം ട്രൂ പാസ് ചെയ്താൽ അത് ട്രൂ ആകും. ഓക്കെ, സോ ഈ ലോഡിങ് ട്രൂ ആകുമ്പോൾ കുപ്പർട്ടീനോ വേണ്ട, സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ നമുക്ക് കൊടുക്കാം. ലോഡിങ് അല്ലെങ്കിൽ നമ്മളെ ടെക്സ്റ്റ് കാണിക്കണം. ഓക്കെ, സോ ഇനി നമ്മുടെ ലോഗിൻ കൺട്രോളറിൽ നമുക്ക് ഒരു ബൂളിയൻ വാല്യൂ കൂടെ കൊടുക്കാം, ഈസ് ലോഡിങ്. ഓക്കെ, സോ ഈസ് ലോഡിങ് ഡീഫോൾട്ട്ലി ഫോൾസ് ആയിരിക്കും. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ട്രൂ ചെയ്യാം. ലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് പ്രോസസ്സ് കഴിയുമ്പോൾ ഓക്കെ, ഈ ഒരു അവൈറ്റ് കഴിയുമ്പോൾ നമുക്കത് ഫോൾസ് ആക്കി വിടാം. ഓക്കെ, ഫോൾസ് ആക്കി. ഓക്കെ, ഇനി നമ്മുടെ യൂസർ ക്രിയേറ്റ് ആയാൽ നമുക്ക് ഹോം പേജിലേക്ക് പോകണം. ഓക്കെ, സോ നമ്മുടെ ഹോം പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയാൽ ഫിൽ യുവർ ബയോ, നമ്മുടെ ഒരു ബയോ പേജ് ഉണ്ട്, പേയ്മെന്റ് മെത്തേഡ്സ് ഉണ്ട്, പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലേക്ക് പോകേണ്ടതുണ്ട്. സെറ്റ് യുവർ ലൊക്കേഷൻ, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സ്ക്രീൻ നമുക്ക് വരത്തില്ല, കാരണം നമ്മുടെ ഫയർ ബേസിന്റെ OTP മെത്തേഡ് ഇപ്പോൾ പെയ്ഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കത് അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രോസസ്സിലേക്ക് വരാം. സോ നെക്സ്റ്റ് നമുക്ക് എന്തായാലും KYC സ്ക്രീൻസിലേക്ക് പോകണം. ഓക്കെ, നമ്മുടെ ഇതൊക്കെ KYC സ്ക്രീൻസ് ആണ്. സോ ഇതിൽ ബയോ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ,
അതിൽ ഫോട്ടോ സെറ്റ് ലൊക്കേഷൻസ്. ഓക്കെ, നമുക്കതൊരു KYC സ്ക്രീൻ ആയിട്ട് കൊടുക്കാം. സോ ഫോർത്ത് മൊഡ്യൂള്, നെക്സ്റ്റ് മൊഡ്യൂള് KYC മൊഡ്യൂള്. ഓക്കെ, KYC മൊഡ്യൂളില് വ്യൂസ്, കൺട്രോളർ, വിജിറ്റ്. ഓക്കെ, നമ്മൾ വിജിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബയോ ക്രിയേറ്റ് ബയോ ഡാർക്ക്. ഓക്കെ, സോ ഈ സ്ക്രീനിലേക്കാണ് നമ്മൾ റീഡയറക്ട് ചെയ്ത് വിടാൻ പോകുന്നത്. ഓക്കെ, സോ ഇമ്പോർട്ട് നമ്മുടെ ബയോ സ്ക്രീൻ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. സോ നമുക്ക് ലെസ് വ്യൂ ക്രിയേറ്റ് ബയോ. ഓക്കെ, സ്കഫോൾഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഏകദേശം നമ്മുടെ സൈൻ അപ്പ് സ്ക്രീനുമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ആവുന്നത് കൊണ്ട് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് സൈൻ അപ്പ് സ്ക്രീനിൽ ഇരുന്ന് എടുക്കാം. ഓക്കെ, ലോഗിനും സെയിം ആണ്. സ്കഫോൾഡ് ബാക്ക്ഗ്രൗണ്ട് കളറ് സ്റ്റാക്കില് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ നമ്മൾ ബ്ലാക്ക് കളർ ഇമ്പോർട്ട് ചെയ്യുക. ബോഡി സ്റ്റാക്കിൽ ചിൽഡ്രൻ. ഇനി ചിൽഡ്രനിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ഓക്കെ, ലോഗിൻ. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൈസ് ഡോട്ട് വിത്തിന് നമ്മളിവിടെ സൈസ് ഈസ് ഈക്വൽ ടു മീഡിയ ക്വറി. ഓക്കെ, സോ മീഡിയ ക്വറി ഡോട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഡോട്ട് സൈസ്. ഓക്കെ, നമ്മൾ മീഡിയ ക്വറിയിൽ നിന്നാണ് സൈസ് എടുക്കുന്നത്. സൈസ് മീൻസ് ആ സ്ക്രീനിന്റെ ഹൈറ്റും വിട്ടും. ഓക്കെ, സോ നമ്മളെ സ്ക്രീനിന്റെ വിത്തിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ സ്ക്രീനിലേക്ക് സൈൻ അപ്പ് ആയാൽ നമുക്ക് യൂസറിനെ പാസ് ചെയ്ത് വിടാം. ഓക്കെ, സൈൻ അപ്പില് ക്രിയേറ്റ് അക്കൗണ്ടിൽ ഇവിടെ യൂസർ ക്രിയേറ്റ് ആയാല് ഗെറ്റ് ഓഫ്. ഓക്കെ, ഓഫ് മീൻസ് നമ്മുടെ പ്രീവിയസ് സ്ക്രീന് നമ്മുടെ സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലട്ടറിന് നാവിഗേഷൻ സ്റ്റാക്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ ഏതൊക്കെ സ്ക്രീനിൽ നിന്നാണ് വന്ന് നമ്മളിപ്പോ അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ബാക്ക് ക്ലിക്ക് ചെയ്ത് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ആയാലും നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ചിലപ്പോ ലാസ്റ്റ് നമുക്ക് ഫ്ലോ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും, പക്ഷെ സെയിം ഫങ്ഷണാലിറ്റീസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ KYCയും ഇത് പൂർത്തിയാക്കിയിട്ട് നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് കോൾ ചെയ്യുന്ന പോലെ വന്നാല് അപ്പോഴും കുഴപ്പമില്ല. ഓക്കെ, നമ്മളിപ്പോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ബയോ സ്ക്രീനിലേക്ക് പോകുന്ന പോലെ വെക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ആ പേജ് കൊടുക്കാം. ഓക്കെ, ക്രിയേറ്റ് അക്കൗണ്ട്.
ഓക്കെ. സോ ഇനി നമുക്ക് ഈ ഓരോ എറർ വരുന്നില്ല, അതിനെല്ലാം നമുക്ക് ഗെറ്റ് ഡോട്ട് സ്നാക്ക് ബാർ, നമുക്കിവിടെ സ്നാക്ക് ബാർ കൊടുക്കാൻ പറ്റും. ഓക്കെ. അതില് ടൈറ്റില് വീക്ക് പാസ്വേഡ് എന്ന് കൊടുക്കാൻ പറ്റും. അതിൽ മെസ്സേജ് എൻ്റർ പാസ്വേഡ്. ഓക്കെ. സ്ട്രോങ് പാസ്വേഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇമെയിൽ ഓൾറെഡി ഇൻ യൂസ്. ഓക്കെ. ഇമെയിൽ ഓൾറെഡി ഇൻ യൂസ്, അക്കൗണ്ട് ഓൾറെഡി. നമുക്ക് ആ മെസ്സേജ് തന്നെ ഇവിടെ കൊടുക്കാം. ഓക്കെ. സോ ഇപ്പൊ നമുക്ക് ഇവിടെ പോപ്പപ്പ് ആവും ആ മെസ്സേജസ്. ഓക്കെ. ഇനി നമുക്ക് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട്, നമ്മളിവിടെ ഈ ലോഡിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ സൈനപ്പിൽ ഇവിടെ കൊടുത്തിട്ടില്ല. സൈനപ്പ് ലോഗിൻ കൺട്രോളർ നമ്മള് ഈസ് ലോഡിങ് എന്നൊരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്, നമ്മളെ കൺസ്ട്രക്ടറിൽ കൊടുത്തതാണ്. ഇതില് ഈസ് ലോഡിങ് ഈസ് ട്രൂ ആണെങ്കിൽ മാത്രം നമുക്ക് ലോഡിങ് കാട്ടണം. ഓക്കെ. സോ അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബട്ടൺ മാത്രം OBX-ൽ കൊടുക്കാം. ഓക്കെ. OBX-ൽ കൊടുക്കുന്നതിന്റെ റീസൺ, നമുക്ക് ആ ഈ ട്രൂ ആയാൽ ഉടനെ തന്നെ ബട്ടൺ ലോഡിങ്ങിന് പോകണം. ഓക്കെ. സോ ആ നമ്മുടെ ആ ഈസ് ലോഡിങ് ഫോൾസ് ആയാൽ ലോഡിങ് തീരണം. ഓക്കെ. സോ അതിന് അറ്റ് എ ടൈമിൽ നമ്മുടെ ആ UA ചേഞ്ച് ചെയ്തിട്ട് ഒരു ലോഡിങ് സ്റ്റേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ OBX യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ നമ്മുടെ വാല്യൂ ചേഞ്ച് അറ്റ് എ ടൈമിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഓക്കെ, നമുക്ക് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം നമ്മുടെ ആപ്ലിക്കേഷൻ. ഓക്കെ. നെക്സ്റ്റ് ഒരു നമ്മുടെ വാലിഡേഷൻസ് വർക്ക് ആവുന്നുണ്ട്. നമ്മൾ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്, പാസ്വേഡ് നമുക്ക് ഓക്കെ, നമ്മുടെ പാസ്വേഡ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ഇനി അക്കൗണ്ട് ക്രിയേറ്റ് കൊടുക്കാം. കണ്ടോ, നമുക്കിവിടെ ലോഡിങ് വന്നിട്ടുണ്ട്. ലോഡിങ് വന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് സ്ക്രീനിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ബയോ സ്ക്രീൻ. നമ്മൾ ആകെ ആ ഇമേജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ നമ്മുടെ റീഡയറക്ഷൻ ഇവിടെ വർക്ക് ആവുന്നുണ്ട്. നമുക്ക് വേണേൽ ആ കളറ് ചേഞ്ച് ചെയ്യാം. അതൊരു ഡീഫോൾട്ട് കളറിലാണ് വരുന്നത്. കളേഴ്സ് ഡോട്ട് വൈറ്റ്. ഓക്കെ. സോ നമുക്കത് വൈറ്റിലും കൊടുക്കാം. ഈ നമുക്ക് നമ്മുടെ ബയോ സ്ക്രീന് സെറ്റപ്പ് ചെയ്യണം. ഓക്കെ. നമ്മുടെ ഇവിടെ ഒരു ചരിഞ്ഞാണ് വരുന്നത്. ഓക്കെ. സോ ചരിഞ്ഞ് മുകളിലോട്ട്. ഓക്കെ. സോ അങ്ങനെ വരുന്ന കേസിൽ ക്രിയേറ്റ് ബയോ വ്യൂവിൽ പോവുക, കണ്ടെയ്നർ ഇമേജ്. ഓക്കെ. നമ്മൾ പൊസിഷനിൽ റാപ്പ് ചെയ്തിട്ട് ടോപ്പ് ഒരു -50 കൊടുത്ത് നോക്കാം. നമുക്ക് -100 കുറച്ചുകൂടെ മുകളിൽ പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു ചരിഞ്ഞ ഒരു ഇതിലാണ് വരേണ്ടത്. ഓക്കെ. ആ ഒരു കേസിൽ നമുക്ക് വിജിറ്റ്സിനെ
ചരിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫോം ഡോട്ട് റൊട്ടേറ്റ് എന്ന് പറയുന്ന ഒരു വിജിറ്റ് ഉണ്ട്. ഓക്കെ, അതിൽ ആംഗിൾ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ആംഗിളില് നമ്മുടെ ആ പൈ എന്ന് പറയുന്ന ഒരു വാല്യൂ വരും മാക്സിൽ. ഓക്കെ, സോ നമുക്ക് പൈ ഇമ്പോർട്ട് ചെയ്തിട്ട് റൊട്ടേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു ജസ്റ്റ് ഒരു 45 ഡിഗ്രി അങ്ങനെ ചരിഞ്ഞാൽ മതി. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആംഗിൾ മാത്രം എടുത്തിട്ട് ഓക്കെ, നമുക്കിവിടെ ചെറുതായിട്ട് ചരിഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്രയും ചരിയണ്ട. ഒരു 650 നമുക്ക് ആ UA വെച്ചിട്ട് നോക്കാം. നമ്മൾ ഇവിടുന്നാണ് ചരിഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇമേജ് ഇമേജ് ഒരു 67 ഡിഗ്രി ആണ് ചരിഞ്ഞിരിക്കുന്നത്. ഓക്കെ, 67 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചരിവ് കുറച്ച് നോക്കാം. ഓക്കെ, ഏകദേശം ഒന്ന് റിലേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് 200ലേക്ക് ബാക്ക് ഓഫ് ചെയ്തിട്ട് ഒന്നുകൂടെ ചരിവ് കുറച്ച് നോക്കാം. ഓക്കെ, ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബാക്ക് ബട്ടന്റെ ഒരു വിജിറ്റ് ഉണ്ട്. ഓക്കെ, സോ ഒരു കണ്ടെയ്നുള്ളത് ട്രാൻസ്പെറന്റ് ഒരു ബട്ടൺ ഫീൽ ആണിത്. ഓക്കെ, അതിൽ ഫില്ല് യുവർ ബയോ ആൻഡ് ഗെറ്റ് സ്റ്റാർട്ടഡ് 3 ബട്ടൺ ഉണ്ട്. താഴെ സെയിം. നമുക്ക് താഴെ ഉള്ളത് ഇനി ഒരു കോളത്തിൽ പോവാം. ഓക്കെ, അതൊരു പൊസിഷനിൽ നമ്മൾ റാപ്പ് ചെയ്തിട്ട് ടോപ്പ് നമുക്ക് 150 കൊടുക്കാം. അതിൽ കണ്ടെയ്നർ ഹൈറ്റ് 50, നമ്മൾ ആ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഡെക്കറേഷനിൽ ബോക്സ് ഡെക്കറേഷൻ, ബോർഡർ റേഡിയസ് 16, കളറ് നമുക്കിവിടെ ഉണ്ട്. 2 കളേഴ്സ് ഉണ്ട്. ഒരു ഡാർക്ക് കളറ് പിന്നെ ഒന്ന് കുറച്ച് മഞ്ഞ കളർ. നമ്മുടെ കളേഴ്സ് എല്ലാം നമ്മൾ ഇവിടാണ് കൊടുക്കുന്നത്. ഓക്കെ, കളറ് സെക്കൻഡറി ബട്ടൺ കളർ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇനി നമ്മുടെ വാല്യൂ ഇവിടെ കൊടുക്കാം. ഓക്കെ, ആ കളർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് സ്മോൾ എഫും കൊടുക്കാം, ക്യാപിറ്റൽ എഫും കൊടുക്കാം, കുഴപ്പമില്ല. നമുക്ക് കളർ ഇവിടെ കൂൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ബട്ടൺ എവിടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്.
ഇത്രയും പൊക്കം കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്കൊന്ന് പാഡിങ് കൊടുത്ത് ലെഫ്റ്റ് ആക്കാം. ഓക്കെ, കണ്ടെയ്നറിൽ പാഡിങ് കൊടുത്തിട്ട് ഹോളിൻ്റെ അവിടെ സിമെട്രിക്ക് കൊടുത്തിട്ട് ഹൊറിസോണ്ടൽ. ഓക്കെ, ലെഫ്റ്റും റൈറ്റും പാഡിങ് വരും. സോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിഫ്ലക്റ്റ് ആവുന്നതാണ്. ഓക്കെ, സോ ലെഫ്റ്റ് ഒരു 25 കൊടുക്കാം നമുക്ക്. ഓക്കെ, നമ്മുടെ ബട്ടൺ ഇത്രയും കളറില്ല, നമുക്ക് ഇച്ചിരി മഞ്ഞ കളറാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഡോട്ട് വിത്ത് ഒപ്പാസിറ്റി കൊടുത്തിട്ട് 0.3. ഓക്കെ, നമ്മുടെ കളറിന്റെ ഒപ്പാസിറ്റി നമ്മൾ കുറയ്ക്കുകയാണ്. ഓക്കെ, 3 അല്ലെങ്കിൽ 2 നമ്മൾ കൊടുക്കുക. നമ്മുടെ ബട്ടൺ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കാം. ഓക്കെ, സോ ഇനി ആ ബട്ടന്റെ സെന്ററിൽ അലൈൻമെന്റ് ഡോട്ട് സെന്റർ. ഓക്കെ, നമ്മുടെ സെന്ററിലാണ് ആ ബട്ടൺ കാണുന്നത്. ബട്ടണുള്ള ഐക്കൺ. ഓക്കെ, സോ ഐക്കൺസ് ഡോട്ട് ആരോ. ഓക്കെ, ഈ ആരോ ആണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, സോ അതിന്റെ കളറ് നമുക്ക് ഈ കളറാണ്. ഓക്കെ, ആപ്പ് കളറിൽ ഓക്കെ, ഓക്കെ, ബാക്ക് ഐക്കൺ കളറ് നമുക്ക് ഇവിടെ കൊടുക്കാം. കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബട്ടൺ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ UI പോലെ തന്നെ ബട്ടൺ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ടെക്സ്റ്റ്. ഓക്കെ, സോ ടെക്സ്റ്റിന് കൊടുക്കണം. അതിന്റെ താഴെ തന്നെ നമുക്ക് ടെക്സ്റ്റ് വരുന്നത്. നമ്മുടെ സെയിം ഫോർമാറ്റിലുള്ള ടെക്സ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ആ സെയിം UIന്ന് നമുക്ക് ആ ടെക്സ്റ്റ് കോപ്പി ചെയ്തെടുക്കാം, ടെക്സ്റ്റ് സ്റ്റൈൽ. ഓക്കെ, നമ്മളെ KYC ഓൺ ബോർഡിംഗ് മൊഡ്യൂൾ. ഓക്കെ, ഓൺ ബോർഡിംഗ് യൂസിന് ഈ രണ്ട് ടെക്സ്റ്റ് നമുക്ക് കോളം നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. ക്രിയേറ്റ് ബയോയിൽ പോയിട്ട് അവിടെ നമുക്ക് പേസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, സോ എന്നിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. Fill in your bio to get started. Okay, so ഇനി നമുക്ക് സബ് ടൈറ്റിലിൽ ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അതിങ്ങനെ വന്നിട്ടുണ്ട്.
ഇതിന് കാരണം നമ്മൾ നമ്മുടെ ക്രോസ് ആക്സിസ് അലൈൻമെന്റ് ഡോട്ട് സ്റ്റാർട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ നമ്മുടെ ബട്ടൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് അലൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ക്രോസ് ആക്സിസ് അലൈൻമെന്റ് സ്റ്റാർട്ട് കൊടുത്തിട്ട് ഈ സെന്റർ എന്നുള്ളത് നമുക്ക് സ്റ്റാർട്ടാണ്. ഓക്കെ, സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത് ഗെറ്റ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് നെക്സ്റ്റ് ലൈനിലാണ് വരുന്നത്. അതിന് നമുക്കൊരു ഓപ്പോസിറ്റ് സ്ലാഷ് n കൊടുത്താൽ നമുക്ക് അത് നെക്സ്റ്റ് ലൈനിലേക്ക് വരും. ഓക്കെ, നെക്സ്റ്റ് ലൈനിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളത്തിനും നമുക്കിപ്പോ പാഡിങ് നമുക്ക് ഓവറോൾ പാഡിങ് നമുക്ക് സെയിം ആണ്. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ ഈ ബട്ടൺ കൊടുത്ത് ഈ പാഡിങ് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഈ കോളത്തിന് കൊടുക്കാം. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ചൈൽഡ് ആയിട്ടുള്ള വിജിറ്റ്സിനെല്ലാം സെയിം പാഡിങ് ആയിരിക്കും. സോ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബട്ടണും ടെക്സ്റ്റും തമ്മിൽ ഒരു സ്പേസ് വേണം. ഓക്കെ, ഒരു 20 കൊടുത്തിട്ടുണ്ട്. കോൺസ് നമ്മുടെ ടെക്സ്റ്റ് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ നമ്മൾ കോൺസ് ഇവിടെ കൊടുക്കാം. ഓക്കെ, സോ അവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമ്മള് ഈ ടെക്സ്റ്റുകള് നമുക്കൊന്ന് ഈ അക്കൗണ്ട് കഴിഞ്ഞിട്ട് താഴെ പ്രൊഫൈൽ ഫോർ സെക്യൂരിറ്റി. ഓക്കെ, അക്കൗണ്ട് സ്ലാഷ് എവിടെ വെച്ചാണോ കട്ടാവേണ്ടത് അവിടെ വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഒരു ഓപ്പോസിറ്റ് സ്ലാഷ് n കൊടുത്തിട്ട് ഓക്കെ അത് വന്നിട്ടുണ്ട്. സെന്റർ നമുക്ക് അലൈൻമെന്റ് ടെക്സ്റ്റ് അലൈൻമെന്റ് സ്റ്റാർട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ നമ്മുടെ UI സെറ്റ് ആയിട്ടുണ്ട്. ഇനി താഴെ 3 ബട്ടൺസ് നമ്മൾ ഇത് ടെക്സ്റ്റ് ഫീൽഡ്സ് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ. സോ അതും കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളിവിടെ കോമൺ ആയിട്ട് നമ്മൾ കോളത്തിന് കോൺസ് കൊടുത്തുകൊണ്ട് ഈ കോൺസിന്റെ ആവശ്യം വരില്ല. ഓക്കെ, നമ്മൾ ഇതിന്റെ പേരന്റ് വിജിറ്റിനാണ് കോൺസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചൈൽഡ് വിജിറ്റ്സിനൊന്നും കോൺസിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ ലോഗിൻ വ്യൂവിലിരുന്ന് നമ്മുടെ ടെക്സ്റ്റുകൾ നമുക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ. ഓക്കെ, ഫസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ. ഓക്കെ,
നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. റെൻഡറിങ് ഇഷ്യൂ വന്നിട്ടുണ്ട്. That means okay. എന്താണ് ഇഷ്യൂ നമുക്ക് നോക്കാം. സൈസ് ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ഓൾറെഡി ഉള്ള ഒരു അക്കൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, വാലിഡേഷൻ വരുന്നുണ്ടോ ഇല്ലയോ. ഓക്കെ, ഓക്കെ, ഇവിടെ മുകളിൽ നമുക്ക് വാലിഡേഷൻ കാണാം, ഇമെയിൽ ഓൾറെഡി ഇൻ യൂസ്. ഓക്കെ, സോ ആ ഒരു കേസിലും നമ്മുടെ താഴെ ബട്ടൺ ഇവിടെ ലോഡിങ്ങിൽ നിൽക്കുകയാണ്. സോ അങ്ങനെ ഒരു കേസിൽ നമുക്ക് ആ ലോഡിങ് പോകണം. ഓക്കെ, സോ നമുക്ക് എക്സെപ്ഷൻ വന്നാലും നമ്മുടെ ലോഡിങ് ഫോൾസ് ആവണം. സോ ഒരു 3 കേസിലും നമ്മൾ ലോഡിങ് ഫോൾസ് ആക്കി വിടുന്നുണ്ട്. ഓക്കെ, സോ കണ്ടോ, ഇപ്പൊ നമ്മുടെ ആ ലോഡിങ് പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു എറർ വന്നിട്ടുണ്ട്. നമുക്ക് വേണം ആ എറർ മെസ്സേജ് കുറച്ചുകൂടെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ കളേഴ്സ് തൊട്ട് റെഡ് കൊടുക്കാം. നമുക്ക് കളേഴ്സിന് ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് മെറ്റീരിയൽ പാക്കേജ്. ഓക്കെ, സോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്തിട്ട് ടെക്സ്റ്റ് കളറ് വൈറ്റ്. ഓക്കെ, 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 നമ്മളിപ്പോ എറർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് എറർ മെസ്സേജ് മോളിൽ വരണ്ട, താഴെയാണ് വരേണ്ടത്. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, സ്നാക്ക് പൊസിഷൻ. ഓക്കെ, സോ സ്നാക്ക് പൊസിഷനിൽ നമ്മൾ ഇപ്പൊ ടോപ്പ് ആണ് ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ആയിരിക്കുന്നത്. നമ്മൾ ബോട്ടം ചേഞ്ച് ചെയ്താൽ ഓക്കെ, റീലോഡ് ചെയ്തിട്ട് അത് കൊടുത്താൽ ഇമെയിൽ ഓൾറെഡി ഇൻ യൂസ് നമുക്ക് താഴെ എറർ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഒരു എറർ ഉണ്ട്. ഓക്കെ, സ്ട്രോങ് പാസ്വേഡ് കൊടുക്കണം. ഓക്കെ, സോ നമുക്ക് വേറൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്, പക്ഷെ നമുക്കിവിടെ സ്ക്രീനിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അത് നമുക്കൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട്
നമ്മുടെ ഈ 3 ഡിജിറ്റും കട്ട് ചെയ്തിട്ട് ഒരു കോളത്തിനുള്ളിൽ കൊടുത്ത് നോക്കാം. എന്നിട്ടും ഇഷ്യൂ സോൾവ് ആകുന്നില്ല. ആ ഒരു കേസിൽ നമുക്ക് കണ്ടെയ്നറിനുള്ളിൽ ഹൈറ്റ് സൈസ് ചെയ്തിട്ട് നമുക്കൊരു സ്ക്രീനിൻ്റെ ഒരു പകുതി സൈസ് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഫീൽഡിന് അസൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ടും ഇഷ്യൂ സോൾവ് ആകുന്നില്ല. ഓക്കെ, നമുക്ക് ഈ ടെക്സ്റ്റ് ഫീൽഡ് മാത്രം ഒന്ന് കൊടുത്ത് നോക്കാം. എന്നിട്ട് എറർ വരുന്നുണ്ട്. ഒരു കണ്ടെയ്നർ വിത്ത് ചിലപ്പോൾ എറർ പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതിനൊരു പെർട്ടിക്കുലർ വിത്ത് നമ്മൾ കാരണം സ്റ്റാക്കിനുള്ളിൽ കൊടുത്തത് കൊണ്ട് ആ സ്റ്റാക്ക് ആ സ്ക്രീനിന്റെ വിത്തിന് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പൊ നമ്മള് മാനുവൽ ആയിട്ട് നമുക്ക് ആ വിത്ത് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എറർ വന്നിരുന്നത്. ഓക്കെ, സൈസ് ഡോട്ട് വിത്ത് മൈനസ് ഒരു 60 കൊടുക്കാം. ഓക്കെ, മൈനസ് ഒരു 50 കൊടുക്കാം. കാരണം നമ്മൾ റൈറ്റ് സൈഡ് 25 അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ പാഡിങ് എടുത്ത് ഒഴിവാക്കാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മൊബൈൽ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി താഴെ ഒരു നെക്സ്റ്റ് ബട്ടൺ വേണം. ഓക്കെ, സോ നെക്സ്റ്റ് ബട്ടൺ സെയിം നമ്മുടെ പാഡിങ് ബോട്ടം നാവിഗേഷൻ ബാറിൽ നമുക്ക് എടുത്തിട്ട് കൊടുക്കാം. സ്കഫോൾഡിനുള്ളിലാണ്. ഓക്കെ, നമ്മുടെ പ്രൈമറി ബട്ടണിൽ നെക്സ്റ്റ് എന്ന് നമ്മൾ കൊടുക്കുക. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ സെയിം UI ആയിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോവാം. അതുപോലെ തന്നെ നമുക്ക് ലോഗിനും ചെയ്യേണ്ടതുണ്ട്. ഈ ഡാറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ക്രിയേറ്റ് അക്കൗണ്ട് ഫ്ലോ ചേഞ്ച് ചെയ്തിട്ട് KYC പൂർത്തിയായാൽ മാത്രമേ നമ്മൾ അക്കൗണ്ട് ഫയർബേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് നേരെ ഹോം പേജിലേക്ക് വരാം. ഓക്കെ, ഇപ്പൊ ഇൻ കേസ് യൂസറിന് ബാക്ക് പോയിട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാം ആ അക്കൗണ്ട് ഫ്ലോ ചേഞ്ച് ചെയ്യണോ വേണ്ട എന്നൊക്കെ. കാരണം ഇൻ കേസ് നമ്മൾ എൻഡിങ്ങിൽ കൊടുത്താല് ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ് അങ്ങനെ ഒരു എറർ വന്നാൽ നമുക്ക് ലാസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും. ഓക്കെ, തിരിച്ച് നമ്മൾ ഈ സ്ക്രീനിലേക്ക് പോകേണ്ടതുണ്ട്. ഓക്കെ, സോ ആ ഒരു കേസിൽ നമുക്ക് ലാസ്റ്റ് ഡിസൈഡ് ചെയ്യാം എങ്ങനെയാണ് പോകേണ്ടത്. ഫസ്റ്റ് നമുക്ക് KYC ഫ്ലോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക്
പൂർത്തിയാക്കാം. ഈ ഡാറ്റ എല്ലാം നമുക്ക് ഫയർ ബേസിൽ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ.